ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കുറേ നാളെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് രാവിലെ തന്നെ എനിക്കാൻ ലേറ്റായി. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ പതുക്കെ സ്ലോ മോർണിംഗ് ആയിരുന്നു. പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അമ്മ ബ്രേക്ക്ഫാസ്റ്റിന് അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിച്ചുകൊണ്ട് ഞാൻ ഇരുന്ന് ഫ്രണ്ട്സ് കാണായിരുന്നു. എൻ്റെ കംഫർട്ട് ഷോ ആണ്. പിന്നെ ഇന്ന് മൺഡേ ആണ്. അപ്പോൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കുക. കാരണം എനിക്ക് സൺഡേ വർക്കിംഗ് ഡേ വെച്ചു. അവരൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, കമ്പൽസറി അറ്റൻഡൻസ് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് എനിക്ക് പീരിയഡ്സും ആയി സൺഡേ. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഞാൻ മൺഡേ പോവില്ല എന്ന്. ഇത് ഞാൻ യൂഷ്വലി സൺഡേ ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ. ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് മടക്കി വയ്ക്കുക. പക്ഷേ അത് സൺഡേ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ അത് ഒക്കെ അങ്ങനെ തന്നെ അവിടെ കിടന്നു, പെൻഡിങ് ആയി. പിന്നെ പീരിയഡ് സമയത്ത് എനിക്ക് റൂമിൽ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ളത് എനിക്ക് വല്ലാണ്ട് ട്രിഗർ ചെയ്യും. പിന്നെ ഇന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ റൂം ഒരു ആകെ ഡേർട്ടി ആയിട്ട് എടുക്കുമ്പോൾ നമ്മുടെ മൈൻഡും ക്ലിയർ ആവില്ല. അപ്പോൾ റൂം ആദ്യം ക്ലീൻ ചെയ്തു. അപ്പോൾ നമ്മുടെ മൈൻഡിന് കുറച്ച് ക്ലാരിറ്റി കിട്ടും. അങ്ങനെ പിന്നെ കോളേജിൽ വേണ്ട കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ബുക്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ അറ്റൻഡ് ചെയ്ത വർക്ക്ഷോപ്പ് ലോ ബാക്ക് പെയിനിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റാണ് നേരത്തെ കണ്ടത്. പിന്നെ വേറൊരു കാരണം ഞാൻ കോളേജിൽ പോകാണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻസ് ചെയ്യണം. അപ്പം എൻ്റെ പ്രസൻറ്റേഷനാണ് മൺഡേ. ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷേ കുറച്ചും കൂടി PPT ഉണ്ടാക്കാനുണ്ട്. അപ്പം ഒന്നും ചെയ്യാണ്ട് അങ്ങോട്ട് പോയാൽ അവിടെ നല്ല ചീത്ത വയ്ക്കും. അപ്പം ഞാൻ പിന്നെ കുറച്ച് നേരം ഈ PPT ഉണ്ടാക്കലും പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആദ്യം വായിക്കണം, എന്നിട്ട് അത് PPT ഉണ്ടാക്കണം, പിന്നെ എല്ലാം കൂടി പ്രിപ്പയർ ചെയ്ത് പോയി ക്ലാസ് ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ചെയ്തിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വിശന്ന് തുടങ്ങി. വിശന്നപ്പോൾ ഞാൻ പിന്നെ ലഞ്ച് കഴിക്കാറായി. ഓൾറെഡി 1 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ പോയി ലഞ്ച് കഴിച്ചു. അത് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി കുറച്ച് പാത്രം കഴുകണം, അങ്ങനത്തെ ചില പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിന്നെ കഴുകി വെച്ചു. പിന്നെ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിലും എൻ്റെ അനിയനുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഈ ഫ്രണ്ട്സ് കണ്ടുകൊണ്ടിരിക്കും. അച്ഛനും അമ്മ ഉണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ചാനലൊക്കെ വെക്കും. പിന്നെ പീരിയഡ് സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഉറക്കം വന്നു തുടങ്ങി. കോളേജിലൊക്കെ പോകുമ്പം നമുക്ക് എന്തായാലും ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന ദിവസം ഞാൻ വിചാരിച്ചു ഉറങ്ങാമെന്ന്. ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. ബാൽക്കണിയിൽ വന്നിരുന്നിട്ട് കുടിച്ചു. അപ്പോൾ നല്ല രസമായിരുന്നു, ഈവനിങ് വൈബ്സ്. പിന്നെ ഒരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. എന്തായാലും വൈകിട്ട് കുളിക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു ഫേസ് പാക്ക് ഇട്ടാൽ നല്ലതല്ലേ. അപ്പോൾ എൻ്റെ വീട്ടിലാകെ കടലമാവും കുറച്ച് തൈരും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുള്ളൊരു സിമ്പിൾ ഫേസ് പാക്കായിരുന്നു. ഇതിൽ നാരങ്ങ നീര് ഒഴിച്ചാൽ ടാൻ റിമൂവ് ആവാൻ നല്ലതാണ്. പക്ഷേ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള ഐറ്റംസ് വെച്ചിട്ട് ഞാൻ തട്ടിക്കൂട്ടി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി. പിന്നെ ഞാനിന്ന് ഓൾറെഡി പീരിയഡ്സും കാര്യമൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിലൊന്ന് ഡള്ളാണ്. അപ്പോൾ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും സ്കിൻ കെയർ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്കിഷ്ടമുള്ളത് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് മൂഡിന് നല്ലോണം എലിവേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ ഫീൽ ഹാപ്പി ഫ്രം വിത്തിൻ. അപ്പോൾ ഇത് ഈ വീഡിയോയുടെ ഫസ്റ്റ് ഞാനൊരു കോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് എ ഗുഡ് ഡേ ടു ബി ഹാപ്പി. അപ്പോൾ ഇന്നത്തെ ദിവസം ബേസിക്കലി എന്നെ ഹാപ്പി ആക്കുന്ന എല്ലാ കാര്യങ്ങളും ചെറുതായിട്ട് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ദിവസം ലീവൊക്കെ എടുത്ത് വീട്ടിലിരുന്നതല്ലേ, അപ്പോൾ റിലാക്സൊക്കെ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഇനി എന്തായാലും കോളേജ് സ്റ്റാർട്ട് ചെയ്താൽ നാളെ തൊട്ട് കോളേജിൽ പോയി തുടങ്ങിയാൽ പിന്നെ ഒരാഴ്ച ഒന്നിനും എനിക്ക് സമയം കിട്ടില്ല. അപ്പോൾ സമയമുള്ളപ്പോൾ എന്തെങ്കിലും ചെയ്യും. പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫേസ് പാക്കൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ രീതിയിൽ സ്കിൻ കെയർ ചെയ്യാം. പക്ഷേ യൂഷ്വലി ഞാൻ സീറമൊക്കെ യൂസ് ചെയ്യും. പക്ഷേ അത് ഞാൻ രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സമയത്തേ ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു 6:30-7 മണി ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രം ഇട്ടു. കാരണം സ്കിൻ വല്ലാണ്ട് ഡ്രൈ ആവും, എസ്പെഷ്യലി കടലമാവൊക്കെ യൂസ് ചെയ്തുകൊണ്ട്. പിന്നെ എനിക്ക് കുറച്ച് കൂടിയും പഠിക്കാനും നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിലിരുന്നു. പിന്നെ ഞാൻ വേറെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പം ഇന്ന് എത്രയ്ക്കേ ഉള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഇനി കുറേ സമയം ഇതിന് തന്നെ പോവും. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.